ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാണ്. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. സന്ദർഭം നമുക്കറിയാം. കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് യേശു തമ്പുരാനും ശിഷ്യന്മാരും പരിശുദ്ധ ദൈവമാതാവും ക്ഷണിക്കപ്പെടുന്നുണ്ട്. ആ ഭവനത്തിൽ വീതി തീർന്നു പോകുമ്പോൾ അമ്മ യേശു തമ്പുരാൻ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല. ഉടനെ തന്നെ യേശു തമ്പുരാൻ പരിശുദ്ധ അമ്മയോട് പറയുന്ന വാക്കിങ്ങനെയാണ്, സ്ത്രീയെ, എന്റെ സമയം ആയിട്ടില്ല, ഇതുവരെയും ആയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തന്റെ മകൻ ദൈവമാണെന്നും അവന് ആ ഭവനത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നും പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്ന അമ്മ പരിചാരകരോട് പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്, ഇതാ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്, ക്രിസ്തു എന്ത് നിങ്ങളോട് പറയുന്നു അത് നിങ്ങൾ അനുസരിക്കണം. ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ അനുസരിക്കണം. ക്രിസ്തുവിന്റെ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. യോഹന്നാൻ ശ്ലീഹാ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ക്രിസ്തുവിന്റെ വാക്കുകൾ, ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മ ചൂണ്ടിക്കാണിച്ചതുപോലെ, സഭ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ വചനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അത് അനുസരിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.